പാർലമെന്റിൽ വലിയ ഭൂരിപക്ഷത്തോടു കൂടി തന്നെ വഖഫ് ബില്ല് അംഗീകരിച്ചു കഴിഞ്ഞ സിറ്റുവേഷനിൽ ഇനിയിപ്പോൾ രാജ്യസഭയിലേക്കാണ് അടുത്ത നീക്കമെന്ന് പറയുന്നത് തന്നെ. എന്നാൽ രാജ്യസഭയിലും ഈ ഒരു ബില്ല് പൂർണ്ണതോതിൽ അംഗീകരിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് എന്ന് വ്യക്തമായി പറയാൻ സാധിക്കുന്ന തരത്തിലോട്ട് തന്നെയാണ് കാര്യങ്ങളുടെ ഒരു പോക്കെന്ന് പറയുന്നത്. അതായത് രാജ്യസഭയിൽ നിലവിൽ ഈ പറയുന്ന തരത്തിൽ പാർലമെന്റിൽ BJPക്ക് അല്ലെങ്കിൽ NDA സർക്കാരിന് ഉള്ള ഭൂരിപക്ഷം തന്നെയാണ് രാജ്യസഭയിലും BJPക്ക് ഭൂരിപക്ഷമുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അവിടെയും ഇന്ത്യ സഖ്യം പരാജയപ്പെട്ടു പോകും എന്നുള്ളത് 100% ഉറപ്പാണ്. വിശദമായി പറയുകയാണെങ്കിൽ രാജ്യസഭാ വഖഫ് ബില്ലിനെതിരെ ശക്തമായ പോരാട്ടം നടക്കുന്നുണ്ടെങ്കിലും NDA പ്രതിപക്ഷത്തെ 130-106 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയേക്കാമെന്ന നിലയിലേക്കാണ് കാര്യങ്ങളുടെ ഒരു പോക്കെന്ന് പറയുന്നത്. അതായത് BJP NDAക്ക് 130ഉം എതിർവശത്ത് നിൽക്കുന്ന ഇന്ത്യ സഖ്യത്തിന് 106 വോട്ടുകളുടെ രീതിയിലോട്ട് കാര്യങ്ങൾ മാറിയേക്കാം. YSRCP, BJD, BRS എന്നീ 3 പ്രധാന കക്ഷികളിൽ ആകെ 18 MPമാരാണുള്ളത്. ബില്ലിനെതിരെ വോട്ട് ചെയ്യുമോ അതോ തന്ത്രപരമായി വാക്കൌട്ട് നടത്തുമോ എന്ന് കണ്ടറിയണം. പുലർച്ചെ ലോക്സഭയിൽ വിവാദമായ വഖഫ് ഭേദഗതി ബില്ല് സുഗമമായി നടന്ന് മണിക്കൂറുകൾക്ക് ശേഷം 288-232 എന്നീ വോട്ടുകൾക്ക് പാസ്സായതോടെ ബില്ലിന് രാജ്യസഭയുടെയും അംഗീകാരം ലഭിക്കുമെന്ന് തന്നെയാണ് പൂർണ്ണതോതിൽ പ്രതീക്ഷിക്കുന്നത്. എന്നിരുന്നാലും ലോക്സഭയെ അപേക്ഷിച്ച് BJP നയിക്കുന്ന NDAയും പ്രതിപക്ഷവും തമ്മിലുള്ള അന്തരം ഉപരിസഭയിൽ കുറവായിരിക്കും. അതായത് ബില്ലിനെ എതിർക്കുന്ന എല്ലാ പാർട്ടികളും പൂർണ്ണ ശക്തിയോടെ ചർച്ചയിൽ പങ്കെടുക്കുകയും ബില്ലിനെതിരെ വോട്ട് ചെയ്യുകയും ചെയ്താൽ, അവയിൽ ചിലത് തന്ത്രപരമായി വാക്കൌട്ട് നടത്താതിരിക്കുകയും ചെയ്താൽ റെക്കോർഡിനായി NDAക്ക് രാജ്യസഭയിൽ പകുതിയിലധികം അംഗങ്ങളുണ്ട്. അവരുടെ നിലവിലെ അംഗബലം എന്ന് പറയുന്നത് 236 ആണ്. 9 ഒഴിവുകൾ, 4 നാമനിർദ്ദേശം ചെയ്യപ്പെട്ടവ, 4 ജമ്മു ആൻഡ് കാശ്മീർ, 1 ആന്ധ്രാപ്രദേശിൽ. അങ്ങനെ സഭയിലെ നിലവിലെ ഭൂരിപക്ഷ മാർക്ക് 119 ആണ്. 2 നാമനിർദ്ദേശ അംഗങ്ങൾ ഉൾപ്പെടെ BJPക്ക് മാത്രമായിട്ട് 98 അംഗങ്ങളാണ് ഉള്ളത് രാജ്യസഭയിൽ. JDU, TDP, NCP, ശിവസേന, RLD തുടങ്ങിയ NDA സഖ്യകക്ഷികളെയും AIADMK പോലുള്ള സൗഹൃദ പാർട്ടികളെയും കൂടി ചേർത്താൽ ഭരണകക്ഷിയുടെ അംഗസംഖ്യ 122 ഉയരും രാജ്യസഭയിൽ. JDU, AIADMK എന്നിവയ്ക്ക് 4 അംഗങ്ങൾ വീതമാണുള്ളത്. NCPക്ക് 3, TDPക്ക് 2, RPI, JDS, അസം ഗണ പരിഷത്ത്, PMK, തമിഴ് മാനില കോൺഗ്രസ്, നാഷണൽ പീപ്പിൾസ് പാർട്ടി, മിസോ നാഷണൽ ഫ്രണ്ട്, യുണൈറ്റഡ് പീപ്പിൾസ് പാർട്ടി, RLD, ശിവസേന, രാഷ്ട്രീയ ലോക് മോർച്ച തുടങ്ങിയ പാർട്ടികൾക്ക് ഓരോ അംഗവുമുണ്ട്. ഹരിയാനയിൽ നിന്നുള്ള ഒരു സ്വതന്ത്ര അംഗം കാർത്തികേയ ശർമ്മ BJPയുടെ പിന്തുണയോടെ വിജയിച്ചതിനാൽ BJPയെ ആ ഒരു MPയും പിന്തുണയ്ക്കും. പിന്നെ 6 അറ്റാച്ച്ഡ് നോമിനേറ്റഡ് അംഗങ്ങളുണ്ട്. അവരിൽ പലരും ഭരണസഖ്യത്തെ പിന്തുണയ്ക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. രഞ്ജൻ ഗൊഗോയ്, ഇളയരാജ, ധർമ്മസ്ഥല വീരേന്ദ്ര ഹെഗ്ഗഡെ, PT ഉഷ, V വിജയേന്ദ്ര പ്രസാദ്, സുധാമൂർത്തി എന്നിവരാണ് നോമിനേറ്റഡ് അംഗങ്ങളായിട്ടുള്ളത്. NDA പൂർണ്ണ ശക്തിയോടെ വോട്ട് ചെയ്യുകയും സ്വതന്ത്രരും നോമിനേറ്റഡ് അംഗങ്ങളും പ്രതീക്ഷിച്ചതുപോലെ ബില്ലിന് അനുകൂലമായി വോട്ട് ചെയ്യുകയും ചെയ്താൽ ഭരണപക്ഷത്തിന് 130 അംഗസംഖ്യയിലെത്താനും കഴിയും. മറുവശത്ത് നോക്കുമ്പോഴത്തേക്കോ പ്രതിപക്ഷ ഇന്ത്യ ബ്ലോക്കിന് 86 MPമാരുണ്ട്. കോൺഗ്രസിന് 27 അംഗങ്ങളും, TMCക്ക് 13 അംഗങ്ങളും, DMKക്ക് AAPക്കും 10 അംഗങ്ങളും, RJDക്ക് 5 അംഗങ്ങളും, CPMനും സമാജ്വാദി പാർട്ടി SPക്കും 4 വീതവും, JMM 3 അംഗങ്ങളും, ശിവസേന, UBT, NCP, SP, CPI, IUML എന്നിവയ്ക്ക് 2 വീതവും, MDMK, കേരള കോൺഗ്രസ് എന്നിവയ്ക്ക് ഓരോ അംഗവുമുണ്ട്. മധുരയിൽ CPMന്റെ പാർട്ടി കോൺഗ്രസ് നടക്കുന്നതിനാൽ പാർട്ടി MPമാർ വ്യാഴാഴ്ച സഭയിൽ പൂർണ്ണശക്തിയോടെ പങ്കെടുക്കുമോ എന്ന് വ്യക്തമല്ല. പ്രതിപക്ഷ ക്യാമ്പിന് 2 സ്വതന്ത്രരുടെ പിന്തുണ പ്രതീക്ഷിക്കാം. മുൻ കോൺഗ്രസ് നേതാവ് കപിൽ സിബൽ, അസമിലെ അജിത് കുമാർ ഫുയാൻ. പിന്നെ 3 പ്രധാന കക്ഷികളുണ്ട്. YSRCP, BJD, BRS വഖഫ് ബില്ലിനെതിരെ വോട്ട് ചെയ്യുമെന്ന് പ്രതിജ്ഞ എടുത്തിട്ടുണ്ട്. ഈ 3 പാർട്ടികൾക്കും ഒരുമിച്ച് 18 അംഗങ്ങളുണ്ട്. YSRCPക്കും BJDക്കും 7 MPമാർ വീതവും BRSന് 4 MPമാരുണ്ട്. ഈ പാർട്ടികൾ ബില്ലിനെതിരെ വോട്ട് ചെയ്യുമോ അതോ അതിനെതിരെ പ്രതിഷേധം രേഖപ്പെടുത്തിയ ശേഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോകുമോ എന്ന് കണ്ടറിയണം.
ഒരു അംഗമുള്ള BSP ഇതുവരെ ബില്ലിനെ കുറിച്ചുള്ള നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. ഇന്ത്യ ബ്ലോക്ക് പൂർണ്ണ ശക്തിയോടെ വോട്ട് ചെയ്യുകയും സ്വതന്ത്രരും YSRCP, BJD, BRS അംഗങ്ങളും ബില്ലിനെതിരെ വോട്ട് ചെയ്യുകയും ചെയ്താൽ അവരുടെ അംഗസംഖ്യ 106 ആകുന്നത്. പക്ഷെ അങ്ങനെ ആയാൽ പോലും ഇവിടെ NDA എതിർക്കാൻ പറ്റാത്ത തരത്തിലോട്ട് കാര്യങ്ങൾ മാറും എന്നുള്ളതാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്ന കാര്യമെന്ന് പറയുന്നത്. അതായത് അങ്ങനെ സംഭവിച്ചാൽ പോലും ഈ പറയുന്ന NDAക്ക് 130 എന്ന ആ ഒരു വോട്ടിലേക്ക് കാര്യങ്ങൾ എത്തുകയും ഈ പൂർണ്ണമായി വോട്ട് ചെയ്താൽ പോലും കോൺഗ്രസിന് 106 കോൺഗ്രസിന് ഏറ്റവും ലാസ്റ്റായിട്ട് കിട്ടാൻ പോകുന്ന ഒരു വോട്ടെന്ന് പറയുന്നത്. അത് 106 ചിലപ്പോൾ എത്തിയേക്കാം, അതല്ലെങ്കിൽ 100 താഴെയും പോയേക്കാം. BJPക്ക് ഇതിൽ ഏറ്റവും കൂടുതൽ കിട്ടുന്നത് 130 വോട്ടുകളായിരിക്കാം. കോൺഗ്രസിന് അതുപോലെ തന്നെ ഇന്ത്യ സഖ്യത്തിന് ടോട്ടലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കിട്ടാൻ സാധ്യതയുള്ളത് 106. അങ്ങനെ നോക്കുവാണെങ്കിൽ മാക്സിമം ആ ഒരു തരത്തിൽ നോക്കുമ്പോൾ 130, 106 വരെയും പോയെന്ന് വരാം. എങ്കിൽ പോലും അവിടെയും BJPക്ക് തന്നെയാണ് ഭൂരിപക്ഷം. അതുകൊണ്ട് തന്നെ രാജ്യസഭയിലും ലോക്സഭയിൽ സംഭവിച്ച പോലെ തന്നെ രാജ്യസഭയിലും വളരെ ക്ലിയർ ആയിട്ട് തന്നെ NDAക്ക് സുഖകരമായിട്ട് തന്നെ ബില്ല് അംഗീകരിക്കപ്പെടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുകയും അത് പാസ്സാക്കിയെടുക്കാൻ വളരെ വലിയ തോതിൽ ഈസി ആയിട്ട് നടക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും ചെയ്യുമെന്നുള്ളത് വ്യക്തമാണ് ഇതിലൂടെ. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വിഷയത്തിൽ കോൺഗ്രസ് പെട്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഇന്ത്യ സഖ്യം പെട്ടിരിക്കുകയാണെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം അമിത്ഷാ മോദി തന്ത്രം വളരെ വലിയ തോതിൽ തന്നെ അവർക്ക് ഇത് പാസ്സാക്കിയെടുക്കാൻ പരിപൂർണമായിട്ട് സാധിക്കുമെന്ന ഉറപ്പോടുകൂടി തന്നെയാണ് അവർ ഇത് ലോക്സഭയിലും അതുപോലെ തന്നെ രാജ്യസഭയിലും ഒക്കെ അവതരിപ്പിച്ചുകൊണ്ട് ഈ ബില്ല് പാസ്സാകുമെന്ന ഉറപ്പോടുകൂടി തന്നെയാണ് അവർ മുന്നോട്ട് പോയതും അതുപോലെ തന്നെയാണ് കാര്യങ്ങൾ ഇപ്പോൾ നടക്കുന്നതും. പക്ഷേ പ്രതിപക്ഷം വിചാരിക്കുന്ന കണക്ക് അവർ എതിർത്തിട്ട് കാര്യമില്ല എന്നുള്ളത് വളരെ വ്യക്തമായി ഇപ്പോൾ ബോധ്യപ്പെട്ടിരിക്കുകയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇത് പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇത് വളരെ വലിയ തോതിൽ തിരിച്ചടിയെന്ന് മാത്രമല്ല, അവർ വിചാരിക്കുന്ന കണക്ക് കാര്യങ്ങളൊന്നും നടക്കുകയുമില്ല. അതോടൊപ്പം തന്നെ അവർ പ്രതീക്ഷ രീതിയിലുള്ള കാര്യങ്ങളുടെ ഒരു പോക്കെന്ന് പറയുന്നതും ഈ ഒരു വിഷയത്തിൽ തന്നെ രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും ഉൾപ്പെടെ പരോക്ഷമായിട്ട് വളരെ വലിയ തോതിലുള്ള വിമർശനങ്ങളും നേരിടേണ്ടി വന്നു എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. അതായത് ഈ പറയുന്ന തരത്തിൽ പാർലമെന്റിൽ പോലും വരാതെ ഇത്രയും വലിയ ഒരു കാര്യം നടക്കുമ്പോഴത്തേക്കും വെറും വോട്ടെടുപ്പിനായി മാത്രം വരികയും അല്ലാതുള്ള കാര്യങ്ങൾക്കൊന്നും തന്നെ ഇല്ലാതിരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഉൾപ്പെടെ വളരെ വലിയ തോതിലുള്ള രൂക്ഷ വിമർശനങ്ങൾക്ക് ഇടയുണ്ടാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായി. എല്ലാം കൂടി നോക്കുമ്പോഴത്തേക്കും ഇത് പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിലുള്ള ഒരു തോൽവി അല്ലെങ്കിൽ തിരിച്ചടി എന്ന് തന്നെ എടുത്തു പറയേണ്ടി വരുന്ന കാര്യവും BJP NDA സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ വലിയ തോതിലുള്ള ഒരു നേട്ടമായി മാറുന്ന കാര്യവുമായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ.